ഇത് കേരളത്തിലെ അയ്യപ്പന്മാരോട് ചെയ്യുന്ന ഒരു ചതി സഹിക്കാൻ പറ്റുന്നില്ല. നെഞ്ച് നീറുകയാണ് ഞങ്ങളുടെയൊക്കെ. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർ അയ്യപ്പനെ കാണാതെ, നെയ്യഭിഷേകം നടത്താതെ അവർ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു ഗതികേട് ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർക്കും ഹിന്ദുക്കൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും ഉണ്ടാകുന്നത് പിണറായി സർക്കാർ ബോധപൂർവമായി ഉണ്ടാക്കുന്നതാണ്. ശബരിമലയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. അവർക്ക് സ്വർണം കട്ടത് പോരാ, ഇനിയും പലതും അടിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. അതിനെതിരെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുന്നു. ഞങ്ങളുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹരീഷിനെ സ്വീകരിക്കുന്നു. ഹരീഷ് അവിടെ നിന്നുള്ളൂ. ഹരീഷ് എന്തായാലും പറയാമെങ്കിൽ ഇതിൽ അടാട്ട് പഞ്ചായത്തിൽ ഇപ്പോൾ 20 വാർഡായിട്ടുണ്ട്. പുതിയ ഇതനുസരിച്ച് 20 വാർഡാണ്. അതിൽ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ മുൻ MLA അനിലക്കര അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെതായ കുറേ സ്ഥാനാർത്ഥികൾ നിർത്തുകയാണ്. സത്യം പറഞ്ഞ പൈസ വാങ്ങിക്കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന ഒരു അവസ്ഥയാണ് അടാട്ട് പഞ്ചായത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനിലക്കര, കാരണം എൻ്റെ വാർഡിൽ 14-ാം വാർഡാണ് എൻ്റെ വാർഡിൽ DCC പ്രഖ്യാപിച്ച ഒരു വനിതയെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയതും. പലതരത്തിലുള്ള സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയമാണ് അടാട്ട് പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യക്തത നമുക്ക് ഡിസംബർ 13-ാം തീയതിക്കുള്ള നമുക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത്. കാരണം CPM-ഉമായി വളരെ അന്തർധാരയിലാണ് ഇപ്പോൾ അടാട്ട് പഞ്ചായത്തിൽ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ BJPക്ക് വന്നിട്ടുള്ളത്. അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ബ്രൈബ് സെറ്റിൽമെൻറ്റ് മാനാണ് സത്യം പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം 13-ാം തീയതിക്ക് ശേഷം റിസൾട്ട് വരുമ്പോൾ അടാട്ട് പഞ്ചായത്തിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വരൂപം പുറത്തു വരുന്നത്. ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളാകുമ്പോൾ 14-ാം വാർഡിലാണ് DCC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയ സ്ഥാനാർത്ഥിയെ നിലനിർത്തിയത്. ഇതിൽ DCC നേതാക്കൾക്കും ഇത് വ്യക്തമായി ധാരണയുള്ളതാണ്. നമ്മൾ പലവട്ടം DCC പ്രസിഡന്റിന് പരാതി നൽകിയിട്ടുണ്ട്. അനിലക്കര മുൻ വടക്കാഞ്ചേരി. അത് പല സ്ഥാനാർത്ഥികളും വാങ്ങിയിട്ടുണ്ട്. ഇന്നാന്ന് പറയാൻ പറ്റില്ല. കാരണം അവരിപ്പോൾ സ്ഥാനാർത്ഥിയാണ്, അവരെ അധിക്ഷേപിക്കാൻ നമ്മൾ പാടില്ല. അവർ ജയിക്കുകയോ ജയസാധ്യത വേറെയാണ്. പക്ഷേ അവർ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. എന്നാൽ കൂടി ഡിസംബർ 13-ാം തീയതി അതെ അത് ഇതിനെതിരെ അല്ല, അത് 13-ാം തീയതി ശേഷം വ്യക്തമാവും. ജയിക്കുന്ന സ്ഥാനാർത്ഥിയായാലും നമുക്കറിയാൻ കഴിയും. എങ്ങനെയാണെന്ന് നമുക്കറിയാം. സെറ്റിൽമെന്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞില്ലേ. ഞാൻ ക്ലിയർ ചെയ്യാം. ആ മണ്ഡലത്തിൽ പല വിഷയങ്ങളിലും ബ്രൈബ് മേടിക്കുന്ന ഒരു സെറ്റിൽമാനായിട്ട് അനിലക്കര മാറുന്നു, ഈവൻ സ്ഥാനാർത്ഥിത്വത്തിൽ വരെ. അതുകൊണ്ടാണ് DCC നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ വരെ മാറ്റിയത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ആള് ഇടപെടുന്ന എല്ലാ വിഷയത്തിലും, ഇപ്പോൾ ആളുടെ ഫേസ്ബുക്ക് പേജ് നോക്കി അറിയാൻ പറ്റും, എല്ലാ വിഷയത്തിലും കൂടിപ്പോയ ഒരു 2 ആഴ്ച അതിന് പിന്നാലെ നടക്കും. പിന്നെ ആ വിഷയം വിടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? അത് സെറ്റിൽ ചെയ്തിട്ട് ആ വിഷയം മാറുകയാണ്. പിന്നെ അടുത്തൊരു വിഷയം ആൾ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നു, അതിൽ വീണ്ടും സെറ്റിൽമെൻ്റ് ആവണം, പിന്നെ അത് വിടുന്നു. അദ്ദേഹം പറഞ്ഞ പൈസ ഉണ്ടാക്കാനുള്ളൊരു മുതലാളിയാണ് ഈ കോൺഗ്രസ്സിൽ അദ്ദേഹം. ബാക്കിയുള്ള അണികളൊക്കെ ശരിക്കും അടിമകളായിട്ട് കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അടിമയാവാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് മാറിയതും ഇപ്പോൾ BJPയിലേക്ക് ഞാൻ കൊതിർത്തിയതും. ഞാനിപ്പോൾ ഫുൾ ടൈമറായിട്ട് 7 കൊല്ലം. ഞാൻ പ്രവർത്തകനായിരുന്നു. അല്ല, ഞാൻ ജനങ്ങളുടെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. ഏത്? ഇല്ല അല്ലായിരുന്നു. ഇപ്പം 5 കൊല്ലം. ഞാൻ പ്രതിപക്ഷ നേതാവാണ് അവിടെ 5 കൊല്ലത്തോളം. ഇപ്പോൾ അവിടെ കോൺഗ്രസിന് 7 മെമ്പർമാർ, കമ്മ്യൂണിസ്റ്റിന് 8 മെമ്പർമാർ, BJPക്ക് 3 മെമ്പർമാർ. അതും ഈ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോയതാണ്.
ഇനി ചോദിച്ചോ, ഞാൻ ഇവിടെ ഇരുന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് എന്തുവാണ് ചോദിക്കാൻ? ആ അടഞ്ഞ അധ്യായമാണ്. ഞാൻ ആ അടഞ്ഞ അധ്യായത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമാണ്. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ ചെപ്പടി വിദ്യകൾ, അതായത് കടലിൽ ചാടുക, കടയുടെ മുകളിൽ കയറിയിരിക്കുക, കടയിൽ കയറി ചപ്പാത്തി കഴിക്കുക, പഴമുണ്ട കഴിക്കുക, വാഴപ്പഴം കഴിക്കുക, പിന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഈ വക വേഷം കെട്ട് കാണിക്കുക, ഇതൊക്കെ വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയം വശമില്ലാത്തതുകൊണ്ടാണ്. നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തഴമ്പ് അദ്ദേഹം പുറത്ത് തപ്പി നോക്കിയിട്ട് ഇനി ഒരു കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.